ഇന്ന് പതിവില്ലാതെ രാവിലെ 6 മണിക്കൊക്കെ എഴുന്നേറ്റെങ്കിലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത്ര വെളിച്ചമൊന്നും ആയിട്ടില്ല, ചെറിയൊരു ഇരുട്ടൊക്കെ ഉണ്ട്. വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത, ഇന്ന് ചിങ്ങമാസത്തിലെ അത്തമാണ്. ഇന്ന് മുതൽ 10 ദിവസം നമ്മൾ അത്തം ഇടും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസം ഇടാൻ വേണ്ടി ഞാൻ പൂ പറിക്കാൻ വേണ്ടി താഴെ പോയപ്പോഴത്തേക്കും ആദ്യം കണ്ടത് മുക്കൂറ്റിയാണ്. മുക്കൂറ്റിയാണ് നമ്മുടെ ഇന്നത്തെ അത്തത്തിലെ പ്രധാനി. മുക്കൂറ്റി ഗണപതി ഭഗവാനെ പ്രതിനിധീകരിക്കുന്ന ഒരു പൂവെന്നാട്ടോ പറയപ്പെടുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗണപതിക്ക് വെച്ച് തുടങ്ങുന്നത് മാതിരി അത്തവും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഒരു മുക്കൂറ്റി പറിക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കിയപ്പം നിറയെ മുക്കൂറ്റികളാട്ടോ എൻ്റെ ചുറ്റും. അതിൽ മിക്ക മുക്കൂറ്റികളും നിറയെ പൂവിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും മുക്കൂറ്റി ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ എനിക്ക് ആവശ്യമുള്ള കുറച്ച് മുക്കൂറ്റി ഞാൻ പറിച്ചെടുത്തു. അതിൽ പൂവുള്ള മുക്കൂറ്റിയാട്ടോ കൂടുതലും പറിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം അപ്പുറത്തെ വീടിൻ്റെ സൈഡിൽ നിറയെ ശംഖുപുഷ്പത്തിൻ്റെ ചെടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ശംഖുപുഷ്പവും കുറച്ച് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നത് പറിച്ച് നടന്നപ്പം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നൊരു പൂവുണ്ടല്ലോ, ആ പൂവാണിത്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ പൂവും 2-3 എണ്ണമൊക്കെ പറിച്ച് അങ്ങനെ നടക്കാൻ തിരിഞ്ഞപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ പൂവിനെ കണ്ടത്. എന്തായാലും ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ, അപ്പം നമുക്കിന്ന് അത്തത്തിലിട്ടാലോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആ പൂ ഞാൻ പതിയെ പറിച്ചെടുത്ത് എൻ്റെ കയ്യിലുള്ള പൂ നോക്കിയപ്പോൾ ഇത്രയും പോരാ, കുറച്ചുകൂടെ പൂ നമുക്ക് വേണം. അങ്ങനെ നടന്നപ്പോഴാണ് ആ മഞ്ഞ കളറിലുള്ള പൂ കണ്ടത്. വീഡിയോയിൽ എത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അത്രയും പച്ച ഇലകളുടെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ മഞ്ഞപ്പൂക്കൾ, അങ്ങനെ ഒരു കൈ നിറയെ പൂക്കളുമായിട്ട് നമ്മൾ ഇന്നത്തെ അത്തം ഇടാൻ പോകുന്നത്. ഇത്രയും പൂക്കളുള്ളൂ കേട്ടോ, ആദ്യത്തെ ദിവസമല്ലേ, നമുക്കിങ്ങനെ തുടങ്ങാം. അപ്പോൾ ഇതൊക്കെ ആട്ടോ നമുക്ക് കിട്ടിയ പൂക്കൾ. അപ്പം ആദ്യത്തെ ദിവസം ഒറ്റ വട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 10ാമത്തെ ദിവസം 10 വട്ടത്തിൽ എത്തിക്കണം, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇത്രയും പൂക്കൾ വെച്ച് എന്തായാലും ഒരു വട്ടമൊന്നും ഇടാൻ പറ്റില്ല. അപ്പം നമുക്ക് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ഐഡിയയും വെച്ച് നമുക്ക് പറ്റുന്നത് പോലെ ഇടാം. അങ്ങനെ ഇടാൻ വേണ്ടി നോക്കിയപ്പോഴായിരുന്നു ആകാശമൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, സൂര്യൻ ഉദിച്ച സൂര്യരശ്മികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നത് കാണാൻ. അങ്ങനെ ആദ്യത്തെ പൂ നമ്മുടെ ഒറ്റപ്പെട്ട പൂ തന്നെയാണ് ഇടുന്നത്. ഒറ്റപ്പെട്ട പൂവിനെ നമ്മൾ സെൻറ്റർ ഓഫ് അട്രാക്ഷനാക്കി വെച്ചു. പിന്നെ ചുറ്റും ഓരോരോ കളർഫുള്ളായിട്ടുള്ള പൂക്കൾ നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊണ്ടുവന്നു. ഓരോ കളർ ആഡ് ചെയ്യുമ്പോൾ നല്ല നല്ല ഭംഗി കൂടി വരുമായിരുന്നു കേട്ടോ. ശംഖുപുഷ്പമൊക്കെ വെച്ചപ്പോൾ പിന്നെ നമ്മുടെ അത്തം ഫുൾ കളർഫുള്ളായി. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൂവായ മുക്കുറ്റി വയ്ക്കുന്നത്. അപ്പോൾ മുക്കുറ്റിയുടെ പൂ മാത്രം വെച്ച് അത് കാണാൻ കൂടി ഉണ്ടാവില്ല. അത് കാരണം ആ പൂവിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഇലയും കൂടെ വെച്ചിട്ടാണ് ഇട്ടത്. അതിൻ്റെ ഒപ്പം തന്നെ ആ മഞ്ഞ പൂക്കളും അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അത്തം സെറ്റായി കേട്ടോ. ചെറിയ അത്തമാണ്. അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സൂര്യൻ കുറച്ചുകൂടി ഉയരത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. സൂര്യരശ്മികളൊക്കെ ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ നല്ല ഭംഗിയിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ സൂര്യരശ്മികളൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ നിന്നു. കണ്ടില്ലേ, ആകാശമൊക്കെ നല്ലപോലെ ക്ലിയറായി, വെളിച്ചമൊക്കെ എല്ലായിടത്തും വന്നു തുടങ്ങി. ഏകദേശം ഒരു 7:45-8 മണിയൊക്കെ ആയി കാണും ഇതൊക്കെ തീർന്നപ്പോഴത്തേക്കും. ആ സൂര്യൻ്റെ വെളിച്ചമൊക്കെ വന്ന് അത്തത്തിൽ വീഴുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ പറയുമല്ലോ സൺ കിസ്ഡ് എന്നൊക്കെ, അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പൂക്കളൊക്കെ തിളങ്ങുമായിരുന്നു. പെട്ടെന്നാണ് കാലാവസ്ഥ മാറി മൊത്തം ഇരുട്ടാവാൻ തുടങ്ങിയത്. കണ്ടില്ലേ, എന്താ ഇത്രയും നേരം മഴ പെയ്യാത്തേന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, എല്ലാ ഓണത്തിനും നമുക്കൊരു മഴ പതിവാണല്ലോ. അങ്ങനെ ഇപ്പം തന്നെ എനിക്ക് അതിൻ്റെ ഉത്തരവും കിട്ടി. നല്ലപോലൊരു മഴ പെയ്യാൻ തുടങ്ങി. കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തായാലും കുറയാൻ പോണില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളത്തെ പൂക്കളത്തിന് കാണാം.